നമസ്കാരം, ടെക് ഫോർഗിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹോണ്ടയുടെ GS35 മോഡലിൻ്റെ ബ്രഷ് കട്ടറിൻ്റെ കാർബറേറ്റർ ക്ലീനിങ് ആണ്. കാർബറേറ്ററിൻ്റെ ഫുൾ കിറ്റ് ചേഞ്ച് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് 2 വർഷമായിട്ട് നല്ല വർക്കിംഗ് ആണ്. കാർബറേറ്ററും ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ പൊടിയും അതൊക്കെ കയറിയിട്ട് ഇത് അടങ്ങിയിരിക്കുന്നുണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇത് ഓഫായി പോകുന്നുണ്ട്. ഇതിന് ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് അഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ 2 സൈഡിൽ ഇവിടെ അല്ലെങ്കിൽ പോയിട്ടുണ്ട്. അത് അഴിച്ചെടുത്താലേ നമുക്ക് ഈ കവർ കൂടി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്പീഡ് കുറഞ്ഞ് സ്പീഡ് തീരെ ഇല്ലാണ്ടായി. ഇതിൻ്റെ ടാങ്കിലെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്താണ്. ഇനി ഈ കാർബറേറ്ററിൽ നിന്നും പെട്രോൾ ടാങ്കിലേക്കുള്ള ഈ കണക്ഷൻ ട്യൂബ് ഇങ്ങനെ വലിച്ച് പിടിച്ചിടാം. ഇനി ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ഇതിൻ്റെ കണക്ഷൻ അയച്ചെടുക്കാം. ഇത്രയുള്ളൂ, കാർബറേറ്റർ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് ചെറിയ സ്റ്റാർ സ്ക്രൂ എടുത്തിട്ട് ഈ 4 സ്ക്രൂ നമുക്ക് ഇതുപോലെ പതുക്കെ അഴിച്ചെടുക്കാം. ഇതിൻ്റെ ഡയഫ്രമാണ്. ഇത് വലിച്ചെടുത്തപ്പോൾ പകുതി നമ്മൾ തന്നെ ഇരുന്ന്. അപ്പോൾ ഇത് മാറ്റേണ്ടി വരും. ഇത് നല്ലവണ്ണം ചിരണ്ടി കളഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഡയഫ്രം മാറ്റണം. നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പാക്കിങ് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ബൾജ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റേണ്ടി വരും. ചെറിയ ചെറിയ പൊടികളും തരികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റണം. ഇതുപോലെ തന്നെ ഈ പാക്കിങ് ചിരണ്ടി ക്ലീൻ ചെയ്തെടുക്കണം. അടുത്തത് ഇതിൻ്റെ സെൻറ്റർ പോർഷനാണ്. ഇവിടെയാണ് അഴുക്കും പൊടികളൊക്കെ കയറി കഴിഞ്ഞാൽ അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ മിക്സിങ് അനുഭവപ്പെടുന്നത്, സ്റ്റാർട്ടാവാത്ത പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലവണ്ണം ക്ലീൻ ചെയ്യണം. ഞാൻ ഒരു വയറിൻ്റെ പീസ് എടുത്തിട്ടാണ്, അതിൻ്റെ കമ്പി എടുത്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. പതിയെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി അതൊക്കെ അങ്ങോട്ട് കാണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അഴുക്കും അല്ലെങ്കിൽ ചെറിയ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. അടുത്തതിൻ്റെ ആക്സിലേറ്റർ കേബിൾ കണക്ട് ചെയ്യുന്ന വശമാണ്. അത് അയച്ചെടുക്കാം. അതിൻ്റെ ഉള്ളിൽ നല്ല അഴുക്കും പൊടിയും കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബ്രഷ് എടുത്ത് നല്ലോണം പെട്രോൾ ഇട്ടിട്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ബഡ്സ് ഉപയോഗിച്ചിട്ടൊക്കെ ഈ കേബിൾ കണക്ട് ചെയ്യുന്നതിൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളിലൊക്കെ നല്ല പെട്രോൾ ഒഴിച്ചിട്ട് ബഡ്സ് എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ അഴുക്കളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും സെറ്റ് ചെയ്യാം. ഇതാണ് 4 സ്റ്റോക്ക് ബ്രഷ് കട്ടറിൻ്റെ കാർബറേറ്ററിൻ്റെ ഫുൾ പാക്കിംഗ് കിറ്റാണ്. ഇത് നമുക്ക് ഈ ബ്രഷ് കട്ടറിൻ്റെ സ്പെയർ ടൂൾസ് വിൽക്കുന്ന കടകളിൽ നിന്ന് ലഭിക്കും. അതുപോലെ ഓൺലൈനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതിന് 250 രൂപ വില വരുന്നുണ്ട്. ഇതിൽ നീഡിലടക്കം ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ നീഡിൽ അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് പുതിയ നീഡിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അഴിക്കുമ്പോൾ കുഴപ്പമില്ല. ഇതുപോലെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ചെറിയ സ്പ്രിങ്ങുകളൊക്കെ ഉണ്ട്. അത് തെറിച്ച് പുറത്തോട്ട് പോകാണ്ട് ശ്രദ്ധിക്കണം. നീഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം പതിയെ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ചെറിയ ടെമ്പർ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ പാക്കിംഗ് കിറ്റ് ഇതിൽ സെറ്റ് ചെയ്യാം. പാക്കിംഗ് കിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇതിൽ പുറത്തോട്ട് ചാടി നിൽക്കാത്ത രീതിയിൽ ഈ കറക്റ്റ് ഹോളിലൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ ഈ 4 സ്ക്രൂ ഇടുമ്പോൾ ഈക്വലായിട്ട് ടൈറ്റ് ചെയ്യുക. 2 സൈഡ് ക്ലിയർ ആയിട്ട് ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്യരുത്. ഒരു മീഡിയം ലെവലിൽ ടൈറ്റ് ചെയ്യുക. അതുപോലെ കാർബറേറ്ററിൻ്റെ ഫുൾ പാക്കിംഗ് കിറ്റും അതുപോലെ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പെട്രോൾ ടാങ്കിൽ നിന്നുള്ള ട്യൂബ് എടുത്തിട്ട് ഞാനിതിൽ കണക്ട് ചെയ്തിട്ട് ഈ പ്രൈമറി ബൾബ് പ്രസ് ചെയ്യുമ്പോൾ പുറത്തേക്ക്
പെട്രോൾ വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ കാർബറേറ്റർ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ ഈ 2 ഹോളിൽ പൊടിയൊക്കെ പൊടി തുടയ്ക്കണം കേട്ടോ, ക്ലീൻ ചെയ്യണം. അത്യാവശ്യം പൊടികളൊന്നും ഇല്ല. നമുക്കിതിലേക്ക് കയറ്റി വെക്കാം. ഇനി 8ന്റെ ബോൾട്ട് എടുത്തിട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ആക്സിലറേറ്റർ കണക്ഷൻ കൊടുക്കണം. ആക്സിലേറ്ററിൻ്റെ പ്ലേ നോക്കിയിട്ട് ടൈറ്റ് ചെയ്യുക, മീഡിയം ടൈറ്റ് ചെയ്യുക, ഓവർ ടൈറ്റ് ചെയ്യരുത്. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലേറ്ററിൻ്റെ ഇത് കൂട്ടാം, കവറിടാം. ഇതിലേക്ക് കറക്റ്റ് ചെയ്യാം. നമുക്ക് ബോൾട്ട് ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ അധികം ഓവർ ടൈറ്റ് ചെയ്യരുത്, ഒരു ചെറിയ രീതിയിൽ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഫിൽറ്റർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അതിന് മുന്നേ വേറെ 2 സ്ക്രൂ ഇടാനുണ്ട്. ഈ സൈഡിൽ 2 സ്ക്രൂ ഇടാനുണ്ട്, ഇല്ലെങ്കിൽ ബോൾട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പ്രൈമറി ബൾബ് ഉണ്ട്, അത് പെട്രോൾ ഇറങ്ങാൻ വേണ്ടി 2 പ്രസ് ചെയ്യുക മതി. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചോക്ക് ഇതൊരു മുകളിലേക്കിടാം. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒറ്റ വലിക്ക് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.